Welcome to Structure of Atom, Section 6, Radiation. ഈ ടോപ്പിക്കിലെ രണ്ടാമത്തെ ക്ലാസ്സാണ്. Question number 37. What do you mean by dual nature of radiation? നമ്മൾ പഠിച്ചതാണ്. Radiation possess both particle nature and wave nature. This is known as dual nature. റേഡിയേഷന് പാർട്ടിക്കിൾ നേച്ചറുമുണ്ട്, വേവ് നേച്ചറുമുണ്ട്, തരംഗ സ്വഭാവവുമുണ്ട്, കണികാ സ്വഭാവവുമുണ്ട്. ഇതിനെയാണ് ഡ്യുവൽ നേച്ചർ എന്ന് വിളിക്കുന്നത്. വേവ് നേച്ചറിന് എക്സാമ്പിൾ പേര് മാത്രം പഠിച്ചാൽ മതി, വിശദീകരണം നമുക്ക് പഠിക്കാനില്ല. ഒന്ന് ഡിഫ്രാക്ഷൻ, മറ്റൊന്ന് ഇൻ്റർഫറൻസ്. എന്താണ് ഡിഫ്രാക്ഷൻ? റൗണ്ടിങ് ഓഫ് ലൈറ്റ് around small objects. ചെറിയ വസ്തുക്കളെ ചുറ്റി പ്രകാശം വളഞ്ഞു സഞ്ചരിക്കും. ചെറിയ കല്ലോ മറ്റു വസ്തുക്കളോ ഉണ്ടെങ്കിൽ പ്രകാശം അതിൻ്റെ മേലെ തട്ടുകയാണെങ്കിൽ പ്രകാശം വളഞ്ഞ് സഞ്ചരിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്രാക്ഷൻ. പ്രകാശത്തിന് വളഞ്ഞ് സഞ്ചരിക്കാനുള്ള കഴിവുണ്ട്. ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പോസിങ് ഓഫ് വേവ്സ് ആണ്. ഒന്നിലധികം വേവുകൾക്ക് ഒരേ സ്ഥലത്ത് ഒക്യുപ്പൈ ചെയ്യാൻ കഴിയും. വേവുകളെ ആഡ് ചെയ്യാം, കൂട്ടാം, സബ്ട്രാക്ട് ചെയ്യാം, കുറയ്ക്കാം. അല്ലേ? വേവ്സിനെ കൂട്ടാനും പറ്റും, കുറയ്ക്കാനും പറ്റും, ആഡ് ചെയ്യാനും പറ്റും, സബ്ട്രാക്ട് ചെയ്യാനും പറ്റും. ഇതിനെയാണ് ഇൻ്റർഫറൻസ് എന്ന് വിളിക്കുന്നത്. ഈ പേര് മാത്രമേ നമുക്കിപ്പോൾ ആവശ്യമുള്ളൂ, ബുക്കിൽ വിശദീകരണം ഇല്ല. എക്സാമ്പിൾ ഫോർ പാർട്ടിക്കിൾ നേച്ചർ. റേഡിയേഷൻ്റെ പാർട്ടിക്കിൾ നേച്ചറിന് എക്സാമ്പിൾ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, മറ്റൊന്ന് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. ഇത് രണ്ടും നമുക്ക് പഠിക്കാനുണ്ട്. 3. വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് വിത്ത് ടെമ്പറേച്ചർ. ഇത് നമുക്ക് പഠിക്കാനില്ല. 4. ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ. ഹൈഡ്രജൻ്റെ ലൈൻ സ്പെക്ട്ര. ഇതൊക്കെ പാർട്ടിക്കിൾ നേച്ചറിന് എക്സാമ്പിളാണ്. ഇപ്പോൾ വേവ് നേച്ചറിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? റേഡിയേഷൻ്റെ വേവ് നേച്ചറിന് എക്സാമ്പിൾ ഡിഫ്രാക്ഷനും ഇൻ്റർഫറൻസും. ചെറിയ വസ്തുക്കളുടെ മേലെ തട്ടുമ്പോൾ പ്രകാശം വളഞ്ഞ് സഞ്ചരിക്കും, അതാണ് ഡിഫ്രാക്ഷൻ. ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞാൽ സൂപ്പർ പോസിങ് ഓഫ് വേവ്സ് ആണ്. ഒന്നിലധികം വേവുകളെ ഒരേ സ്ഥലത്ത് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയും. വേവ്സിനെ ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം. ഇത്തരം കാര്യങ്ങളാണ് ഇൻ്റർഫറൻസ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്നത്. പേര് മാത്രം നോക്കി വയ്ക്കുക, ഡിഫ്രാക്ഷൻ, ഇൻ്റർഫറൻസ്. എക്സാമ്പിൾ ഫോർ പാർട്ടിക്കിൾ നേച്ചർ, അതിന് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, മറ്റൊന്ന് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്. പിന്നെ വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി ഓഫ് സോളിഡ്സ് വിത്ത് ടെമ്പറേച്ചർ, മറ്റൊന്ന് ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ വേവ് നേച്ചറിന് എക്സാമ്പിൾ നോക്കി വയ്ക്കണം, പാർട്ടിക്കിൾ നേച്ചറിന് എക്സാമ്പിൾ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്താണെന്ന് പരിശോധിക്കാം. റൈറ്റ് എ നോട്ട് ഓൺ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. എ ബോഡി വിച്ച് അബ്സോർബ്സ് ആൻഡ് emits all type of radiations is known as black body. ഇപ്പം എന്താണ് ബ്ലാക്ക് ബോഡി? എല്ലാ റേഡിയേഷനും വലിച്ചെടുക്കുകയും എല്ലാ റേഡിയേഷനും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഒരു പദാർത്ഥമാണ് ബ്ലാക്ക് ബോഡി. എല്ലാ റേഡിയേഷനും വലിച്ചെടുക്കാനും കഴിയും, എല്ലാ റേഡിയേഷനും പുറത്തേക്ക് വിടാനും കഴിയും. ഇതാണ് ബ്ലാക്ക് ബോഡി. When a black body is heated, it emits electromagnetic radiations. It is known as black body radiation. ഒരു ബ്ലാക്ക് ബോഡിയെ ചൂടാക്കിയാൽ അതിൽ നിന്ന് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ് പുറത്തേക്ക് വരും. ഇതിനെയാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം, when an iron rod is heated in a furnace. ഒരു ഇരുമ്പിൻ്റെ റോഡ്, ഒരു വടി, ഒരു ദണ്ട്
നമ്മൾ ചൂടാക്കുകയാണ്. ഒരു ഫർണേസ് ചൂളയിൽ വെച്ച് ചൂടാക്കുകയാണ്. ഇറ്റ്സ് കളർ ചേഞ്ചസ് ഫ്രം ഡൾ റെഡ് ടു മോർ റെഡ്. നിറം എന്തായിട്ട് മാറും? ആദ്യം ചെറിയൊരു ചുവപ്പായിട്ട് ആയിരിക്കും, അത് നല്ല ചുവപ്പായിട്ട് മാറും. ദെൻ ദ കളർ ചേഞ്ചസ് ടു യെല്ലോ. നന്നായി ചൂടാക്കിയാൽ യെല്ലോ ആയിട്ട് മാറും. പിന്നെ വൈറ്റ് ആയിട്ട് മാറും. ആൻഡ് ഫൈനലി ബ്ലൂ ആസ് ടെമ്പറേച്ചർ ഇൻക്രീസ്. അപ്പം ടെമ്പറേച്ചർ കൂടുമ്പോൾ നിറം മാറി വരും. നമ്മൾ റെഡ് വരെ മാത്രമേ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവൂ. പിന്നെയും ചൂടാക്കിയാൽ യെല്ലോ ആയിട്ട് മാറും, വൈറ്റ് ആയിട്ട് മാറും, ഫൈനൽ കളർ ബ്ലൂ ആയിട്ട് മാറും ടെമ്പറേച്ചർ കൂടുമ്പോൾ. അപ്പോൾ പലതരത്തിലുള്ള നിറങ്ങൾ പുറത്തേക്ക് വിടുന്നുണ്ട്. പല ടെമ്പറേച്ചറിലും പലതരത്തിലുള്ള നിറങ്ങൾ പുറത്തേക്ക് വിടുന്നു. പല ഇൻറ്റൻസിറ്റിയുള്ള റേഡിയേഷനാണ് പുറത്തേക്ക് വിടുന്നത് അല്ലേ? ടെമ്പറേച്ചർ കൂട്ടിക്കൂട്ടി വരുമ്പോൾ റെഡിൽ നിന്ന് യെല്ലോ ആയിട്ട് മാറും, വൈറ്റ് ആയിട്ട് മാറും, ബ്ലൂ ആയിട്ട് മാറും. പലതരത്തിലുള്ള നിറങ്ങൾ പുറത്തേക്ക് വിടുന്നു. The above observations cannot be explained by the wave theory of light. ലൈറ്റിൻ്റെ വേവ് തിയറി കൊണ്ട് ഈ ഒബ്സർവേഷൻ നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. ടെമ്പറേച്ചർ കൂടുമ്പോൾ പലതരത്തിലുള്ള റേഡിയേഷൻ പുറത്തേക്ക് വരുന്നു. വേവ് തിയറി കൊണ്ട് ഇത് നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. കാരണം എന്താ? അക്കോർഡിംഗ് ടു ദ വേവ് തിയറി, ദ കളർ ഓഫ് ദ എമിറ്റഡ് ലൈറ്റ് ഷുഡ് ബി സെയിം അറ്റ് ഡിഫറൻറ്റ് ടെമ്പറേച്ചേഴ്സ്. ഏത് ടെമ്പറേച്ചർ ആണെങ്കിലും പുറത്തേക്ക് വരുന്ന ലൈറ്റ് സെയിം ആകും എന്നാണ് വേവ് തിയറി പറയുന്നത്. വേവ് തിയറി പ്രകാരം ഏത് ടെമ്പറേച്ചറിലും പുറത്തേക്ക് വരുന്ന റേഡിയേഷൻ സെയിം ആയിരിക്കും, കളർ സെയിം ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ വേവ് തിയറി പ്രകാരം നമുക്ക് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ വിശദീകരിക്കാൻ കഴിയില്ല. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ വിശദീകരിക്കാൻ പാർട്ടിക്കിൾ നേച്ചർ ഉപയോഗിച്ച് മാത്രമേ കഴിയൂ. ബ്ലാക്ക് ബോഡി റേഡിയേഷൻ ക്യാൻ ബി എക്സ്പ്ലെയിൻഡ് ബൈ ഓൺലി ബൈ പാർട്ടിക്കിൾ നേച്ചർ ഓഫ് റേഡിയേഷൻ. കൂടുതൽ വിശദീകരണങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് പഠിക്കാനുള്ള ഭാഗം മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ബ്ലാക്ക് ബോഡി എന്താണ്? എല്ലാ റേഡിയേഷനും വലിച്ചെടുക്കുകയും എല്ലാ റേഡിയേഷനും പുറത്തേക്ക് വിടുകയും ചെയ്യുന്ന ഒരു പദാർത്ഥമാണ് ബ്ലാക്ക് ബോഡി. ഒരു ബ്ലാക്ക് ബോഡിയെ ചൂടാക്കിയാൽ അതിൽ നിന്നും ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് പുറത്തേക്ക് വരും. ഇതിനെയാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ എന്ന് പറയുന്നത്. ഒരു ഇരുമ്പ് കഷ്ണം ചൂടാക്കിയാൽ അത് റെഡ് കളറായി മാറും, പിന്നെ യെല്ലോ ആയിട്ട് മാറും, പിന്നെ വൈറ്റ് ആയിട്ട് മാറും, അവസാനം ബ്ലൂ കളറായിട്ട് മാറും. അപ്പം പല ടെമ്പറേച്ചറിലും പലതരത്തിലുള്ള നിറങ്ങൾ പുറത്തേക്ക് വിടും. ഇത് ലൈറ്റിൻ്റെ വേവ് തിയറി പ്രകാരം വിശദീകരിക്കാൻ കഴിയില്ല. അപ്പോൾ റേഡിയേഷൻ്റെ പാർട്ടിക്കിൾ നേച്ചർ വെച്ച് മാത്രമേ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ വിശദീകരിക്കാൻ കഴിയൂ. അപ്പോൾ പാർട്ടിക്കിൾ നേച്ചറിന് എക്സാമ്പിളാണ് ബ്ലാക്ക് ബോഡി റേഡിയേഷൻ. ഓക്കെ, നോട്ട് നന്നായിട്ട് എഴുതിയെടുക്കണം. ഇത് തെളിയിക്കാൻ ഒരു ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ടെമ്പറേച്ചർ കൂടുതലാവുമ്പോൾ ഒരു നിറമാണ് ബ്ലൂ. ഉണ്ടോ? ബ്ലൂ സ്റ്റാർ. 18,000 കെൽവിൻ. ടെമ്പറേച്ചർ 6,000 കെൽവിൻ ആകുമ്പോൾ യെല്ലോ സ്റ്റാറാണ്, യെല്ലോ കളർ. 4,000 കെൽവിൻ ആണെങ്കിൽ റെഡ് കളറാണ് അല്ലേ? റെഡിൽ നിന്ന് യെല്ലോ ആയി, യെല്ലോയിൽ നിന്ന് ബ്ലൂ ആയി. ഉണ്ടോ? അങ്ങനെ ഷിഫ്റ്റിംഗ് നടക്കുകയാണ്. ടെമ്പറേച്ചർ മാറുമ്പോൾ കളർ മാറുന്നുണ്ട്, ഇൻറ്റൻസിറ്റി മാറുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്ലക്സ് മാറുന്നുണ്ട് എന്ന് പറയാം. ഫ്ലക്സ് പല വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ഇൻറ്റൻസിറ്റി മാറുന്നുണ്ട്, അല്ലെങ്കിൽ നിറം മാറുന്നു. ഇവിടെ വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത് കൂടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ വേവ് ലെങ്ത് കൂടുമ്പോൾ അല്ലേ, ഇൻറ്റൻസിറ്റി ആദ്യം കൂടും, പിന്നെ കുറയും. ആ രീതിയിലാണ് ഗ്രാഫ് വരുന്നത്. എന്തായാലും ബ്ലാക്ക് ബോഡി റേഡിയേഷനെ കാണിക്കുന്ന ഗ്രാഫാണിത്. അപ്പോൾ ലൈറ്റിൻ്റെ അല്ലെങ്കിൽ റേഡിയേഷൻ്റെ ഡ്യുവൽ നേച്ചറാണ് നമ്മൾ ചർച്ച ചെയ്തത്. റേഡിയേഷന് പാർട്ടിക്കിൾ നേച്ചറുമുണ്ട്, വേവ് നേച്ചറുമുണ്ട്. വേവ് നേച്ചറിന് എക്സാമ്പിൾ ഡിഫ്രാക്ഷനും ഇൻ്റർഫറൻസും. വേവ് നേച്ചറിന് എക്സാമ്പിൾ ഡിഫ്രാക്ഷനും ഇൻ്റർഫറൻസും. പാർട്ടിക്കിൾ നേച്ചറിന് എക്സാമ്പിൾ ബ്ലാക്ക് ബോഡി റേഡിയേഷനും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും. ബ്ലാക്ക് ബോഡി റേഡിയേഷനും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റും. പിന്നെ 2 കൂടെ ഉണ്ട്. വേരിയേഷൻ ഓഫ് ഹീറ്റ് കപ്പാസിറ്റി വിത്ത് ടെമ്പറേച്ചർ. മറ്റൊന്ന് ലൈൻ സ്പെക്ട്ര ഓഫ് ഹൈഡ്രജൻ. ഇതിൽ ബ്ലാക്ക് ബോഡി റേഡിയേഷൻ നമ്മൾ കണ്ടു,
ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് കാണാം. ഓക്കെ, ബൈ.